Dear students, we continue our discussion on nuclear transformation. This will be the last lecture in this paper, atomic nuclear and particle physics paper. So in this video I will be discussing nuclear fusion. So nuclear fusion എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് ലൈറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവി ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. ഹെവി ന്യൂക്ലിയസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പൈൻ ചെയ്യുന്ന ന്യൂക്ലിയസിനെക്കാട്ടിലും ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ്, അല്ലാണ്ട് വളരെ ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് അല്ല ഫോം ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സ്. പക്ഷേ ഇങ്ങനെ ഫ്യൂഷൻ നടക്കണമെങ്കിൽ പല കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഫ്യൂഷൻ നടക്കുന്ന ഒരു സറൗണ്ടിങ്സിലുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ മീഡിയത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കണം. ഒരു മില്യൺ കെൽവിനിലൊക്കെയാണ്, ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് കെൽവിൻസിലൊക്കെയാണ് ഈ ഫ്യൂഷൻ നടക്കുന്നത്. അതായത് 10⁶ മുതൽ 10⁸ വരെയുള്ള അത്രയും കെൽവിൻ ടെമ്പറേച്ചറുള്ള ഒരു മീഡിയം ആയിരിക്കണം. പിന്നീട് ഈ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സം ന്യൂട്രോൺസ് വിൽ ബി എമിറ്റഡ് ഫ്രം ദ ആസ് എ റിസൾട്ട് ഓഫ് ദ ഫ്യൂഷൻ റിയാക്ഷൻ. ഇനി ഫ്യൂഷൻ റിയാക്ഷനാണ് സ്റ്റാർസിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾ. അപ്പം സ്റ്റാർസിലും മേജറായിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഹീലിയം, ലൈറ്റ് ന്യൂക്ലിയസ് ആണ് സ്റ്റാർസിൻ്റെ മേജറായിട്ടുള്ള അല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള സ്റ്റാർസിൻ്റെ ഒക്കെ കമ്പോണൻസ് അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് മെജോറിറ്റി ലൈറ്റർ ന്യൂക്ലിയസ് ആയിരിക്കും. ലൈറ്റർ ന്യൂക്ലിയസിൽ ഹൈഡ്രജൻ ആയിരിക്കും കൂടുതൽ, കുറച്ച് ഹീലിയം, ഒരു 70% ഹൈഡ്രജനും ബാക്കി ഒരു 20-25% ഹീലിയം, പിന്നെ ഒരു ബാക്കിയുള്ള ഇതെല്ലാം കുറച്ച് ഹെവി ആയിട്ടുള്ള, അതായത് ലിഥിയം പോലെയുള്ള ന്യൂക്ലിയസ് ആയിരിക്കും. ലിഥിയം, ബെറിലിയം ഒക്കെ ഉള്ള ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ മേജർ കമ്പോണൻസ് ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാറിൻ്റെയൊക്കെ ഇൻറ്റീരിയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫ്യൂഷൻ നടക്കാൻ പര്യാപ്തമായിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. 10⁶ മുതൽ 10⁸ ഒക്കെ കെൽവിൻ അതിൻ്റെ കോറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട്, അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളത് കൊണ്ട് അവിടെ ഫ്യൂഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ ഫ്യൂഷൻ നടന്നിട്ടാണ്, ഫ്യൂഷൻ വഴി ലിബറേറ്റ് ചെയ്യുന്ന എനർജിയാണ് സ്റ്റാർസിൻ്റെ എനർജി ആയിട്ട് പുറത്തോട്ട് വരുന്നത്. സ്റ്റാർ ഇങ്ങനെ ഷൈൻ ചെയ്യാനുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഇപ്പോൾ സ്റ്റാർസിൽ ഫ്യൂഷൻ നടക്കുന്നത് രണ്ട് മേജർ സൈക്കിൾസ് ഉണ്ട്. ഒന്ന് പ്രോട്ടോൺ സൈക്കിളും ഒന്ന് കാർബൺ സൈക്കിളും. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് പ്രോട്ടോൺ സൈക്കിൾ. ഈ പ്രോട്ടോൺ സൈക്കിൾ വഴി ഹീലിയം ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം മാറുന്ന പ്രോസസ്സാണ്. പക്ഷെ അതൊരു സൈക്കിളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ട്. ഒരു പ്രോട്ടോണും വേറൊരു പ്രോട്ടോൺ, രണ്ട് പ്രോട്ടോൺസ് ഉണ്ട്. അതിൽ ഒരു പ്രോട്ടോൺ ഒരു പ്രോട്ടിയല്ല പോസിട്രോൺ എമിറ്റ് ചെയ്തതിന് ശേഷം അതൊരു ന്യൂട്രോൺ ആയിട്ട് മാറുന്നു. അതിനുശേഷം ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. 1H2 എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉള്ള ന്യൂക്ലിയസ് ആണ് 1H2. അപ്പോൾ ഇതാണ് ഡ്യൂട്ടീരിയം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ഫോർമേഷനാണ്. അപ്പോൾ ഡ്യൂട്ടീരിയം ഉണ്ടാകുന്നത് രണ്ട് പ്രോട്ടോൺ ഉണ്ട്. അതിലൊരു പ്രോട്ടോൺ പോസിട്രോൺ എമിറ്റ് ചെയ്തതിന് ശേഷം അത് ന്യൂട്രോൺ ആയിട്ട് മാറും. അതിനുശേഷം ഈ ഡ്യൂട്ടീരിയത്തിൽ വേറൊരു പ്രോട്ടോൺ കൂടി ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? ഒരു പ്രോട്ടോൺ കൂടി കമ്പൈൻ ചെയ്തു ഈ ന്യൂക്ലിയസിലേക്ക്. അപ്പോൾ രണ്ട് പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആയ, അപ്പോൾ അതാണ് ഹീലിയം 2-3 ന്യൂക്ലിയായി അല്ലേ. രണ്ട് പ്രോട്ടോണും ഒരു ന്യൂട്രോണുള്ള ന്യൂക്ലിയാണ് ഹീലിയം ന്യൂക്ലിയസ്, ഹീലിയം 2-3. അപ്പം ഇങ്ങനെ ഇവിടെ രണ്ട് ലെഗ്സ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ രണ്ടിലും ഒരേ റിയാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ഇവിടെയും രണ്ട് പ്രോട്ടോൺ ചേർന്നു, ഒരു ഡ്യൂട്ടീരിയം ഉണ്ടായി. ഡ്യൂട്ടീരിയത്തിലേക്ക് വേറൊരു പ്രോട്ടോൺ വന്നു, അതൊരു ഹീലിയം 2He3 ആയിട്ട് മാറി. അതിനുശേഷം ഈ രണ്ട് ഹീലിയം 2He
ത്രീ എന്നുള്ള ഈ രണ്ട് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് 2He4 അതാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ്. 2He3 എന്നുള്ളത് അത്ര സ്റ്റേബിൾ അല്ല. ഓക്കെ, അപ്പോൾ 2He4 രണ്ട് ഹീലിയം 2He3 ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്ത് ഹീലിയം 2He4 ഉണ്ടായി, അതിൻ്റെ കൂടെ രണ്ട് പ്രോട്ടോൺസും എമിറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ആണ് ഹൈഡ്രജൻസ് കമ്പൈൻ ചെയ്തിട്ട് ഹീലിയമായിട്ട് മാറുന്നത്. ഓവറോൾ ഈ ഒരു റിയാക്ഷനിൽ 24.7 MeV എനർജി റിലീസ് ചെയ്യുന്നുണ്ട് പെർ ഹീലിയം ഫോർമേഷൻ. ഒരു ഹീലിയം He24 ഉണ്ടാവുന്ന സമയത്ത് ഇത്രയും എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു സൈക്കിളിൽ ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ. ഓരോ റിയാക്ഷൻസ് നടക്കുന്ന സമയത്തും എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു ഹീലിയം He4 ഉണ്ടാവുന്ന സമയത്ത് ഇത്രയും എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. 24.7 MeV. നമുക്ക് അറിയാം സണ്ണിൻ്റെ പവർ, സണ്ണൊരു സ്റ്റാറാണ് അല്ലേ. സണ്ണിലും നടക്കുന്ന എനർജി റിലീസ് നടക്കുന്ന പ്രോസസ്സ് എന്നുള്ളത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അപ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന എനർജിയുടെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 4 × 10⁻26 വാട്ട്സ് ആണ്. അപ്പം ഈ ഒരു ഇത്രയും എനർജി റിലീസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സൈക്കിൾ എത്ര പ്രാവശ്യം നടക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് ഡിവൈഡഡ് ബൈ 24.7 MeV, ഇതിന് ജൂൾസിലേക്ക് മാറ്റിയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറാണ് ഈ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 10⁻38 ടൈംസ് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണം. ഒരു സെക്കൻഡിൽ ഇത്രയും തവണ ഫ്യൂഷൻ നടക്കണം, അതായത് ഈ സൈക്കിൾ നടക്കണം, എന്നാലേ ഇത്രയും എനർജി റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ സണ്ണിൽ ഇത്രയും 10⁻38 എന്ന് പറഞ്ഞാൽ വളരെ വലിയ നമ്പറാണ്. ഒരു സെക്കൻഡിലാണ് ഇത്രയും റിയാക്ഷൻസ് നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോട്ടോൺ സൈക്കിൾ. ഇനി അടുത്താണ് കാർബൺ സൈക്കിൾ. കാർബൺ സൈക്കിളിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാർബൺ 612 എന്നുള്ള ന്യൂക്ലിയസ് മാറാതെ അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ ഇത് മാറാതെ നിൽക്കുന്നത് ഒരു സൈക്കിൾ ഓഫ് പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ആ സൈക്കിൾ ഓഫ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം പ്രോട്ടോണ് നൈട്രജൻ 715 ആയിട്ട് കമ്പയർ ചെയ്തിട്ട് 2He4 ഉണ്ടാവാം. അല്ല എങ്കിൽ രണ്ട് തരത്തിലത് മാറാം അല്ലേ. ഒന്ന് കാർബൺ 612 ആയിട്ട് മാറാം. ഈ കാർബൺ 612 കൂടി പ്രോട്ടോൺ ചേരുന്നു. പ്രോട്ടോൺ ചേരുന്ന സമയത്ത് പ്രോട്ടോണിൻ്റെ അഡീഷൻ എന്ന് പറയുമ്പോൾ ആറ്റമിക് നമ്പർ ഒന്ന് കൂടും. അപ്പോൾ അത് നൈട്രജൻ 713 ആയിട്ട് മാറി. പ്രോട്ടോൺ ചേരുമ്പോൾ ആറ്റമിക് നമ്പറും കൂടും, മാസ് നമ്പറും ഒന്ന് കൂടും അല്ലേ. അത് നൈട്രജൻ 713 ആയിട്ട് മാറി. ആ നൈട്രജൻ 713 ഒരു പോസിട്രോൺ എമിറ്റ് ചെയ്തതിന് ശേഷം അത് കാർബൺ 613 ആയിട്ട് മാറി. അതിനോടുകൂടി ഒരു പ്രോട്ടോൺ ചേരുന്ന സമയത്ത് നൈട്രജൻ 714 ആയിട്ട് മാറി. നൈട്രജൻ 714 ഒരു പ്രോട്ടോൺ ചേരുന്ന സമയത്ത് ഓക്സിജൻ 815 ആയിട്ട് മാറി. 815 ഒരു പോസിട്രോൺ എമിറ്റ് ചെയ്യും. പോസിട്രോൺ എമിറ്റ് ചെയ്തതിന് ശേഷം നൈട്രജൻ 715 ആയിട്ട് മാറി. നൈട്രജൻ 715 പ്രോട്ടോൺ ചേരുന്ന സമയത്ത് വീണ്ടും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹീലിയം He24 ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു ചാനൽ എന്ന് പറയുന്നത് കാർബൺ 612 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സ്പീഷീസ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് കാർബൺ 612 അതുപോലെ തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഒരു ബൈ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ കാർബൺ 2He4 ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതായിട്ട് എടുക്കുക, കാർബൺ 612 ആയിട്ട് എടുക്കുക. അതിനോടുകൂടി ഒരു പ്രോട്ടോൺ ചേരുന്നു. അപ്പോൾ 713 ആയിട്ട് മാറി. പിന്നെ പോസിട്രോൺ എമിറ്റ് ചെയ്യുന്നു. പിന്നീട് അത് ഇങ്ങനെ ഓരോ സ്റ്റെപ്സ് ആയിട്ട് പറയാം. എന്നിട്ട് ബാക്ക് ടു 612 ആയിട്ട് മാറുന്ന പ്രോസസ്സ് പറയാം. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹീലിയം He24 ഉണ്ടാവുന്ന പ്രോസസ്സ് എടുക്കാം. അപ്പം ഇവിടെയും എനർജി ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതൊക്കെ ഹെവി ന്യൂക്ലിയസ് ആണ് കമ്പയർ ടു ഹൈഡ്രജൻ അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഹെവിയർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഓക്സിജൻ, നൈട്രജൻ, കാർബൺ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്തരം ആറ്റമിക് ന്യൂക്ലിയസിൽ റിയാക്ഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ സൂര്യനേക്കാട്ടിലും കൂടുതൽ ടെമ്പറേച്ചറുള്ള സ്റ്റാർസിലാണ് ഇത്തരം കാർബൺ സൈക്കിൾ വഴി ഫ്യൂഷൻ നടക്കുന്നത്. ഇനി അടുത്തതാണ് ഒരു ഫ്യൂഷൻ റിയാക്ടർ എന്താണ്. ഓക്കെ,
അപ്പോൾ ഫ്യൂഷൻ റിയാക്ടർ ഇന്നും സക്സസ്ഫുള്ളി ഒരു ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലാത്ത ഒരു ഡിവൈസാണ്. പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എല്ലാം ഓവർകം ചെയ്ത് അതൊരു ഫ്യൂച്ചർ എനർജി സോഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊരു പല ഡിഫിക്കൽട്ടീസും ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഫ്യൂഷൻ നടക്കണമെങ്കിൽ വളരെ വലിയ ഒരു ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യാനുള്ളതായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമുക്കത് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ചെയ്യാനുള്ള ഫ്യൂവൽ ഒക്കെ പ്ലാസ്മ സ്റ്റേറ്റിൽ എടുത്തിട്ടാണ് നമുക്ക് ഫ്യൂഷൻ റിയാക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊരു എഫിഷ്യൻസി വളരെ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ അത് ഓവർകം ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു ഫ്യൂഷൻ റിയാക്ടറിൻ്റെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയംസ് കമ്പൈൻ ചെയ്തിട്ട് ട്രിഷിയം അതുപോലെ പ്രോട്ടിയം ആയിട്ട് മാറുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം കമ്പൈൻ ചെയ്ത് 2He3 പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ആണ്. ഈ രണ്ട് റിയാക്ഷൻസിനും ഈക്വൽ പ്രോബബിലിറ്റി ആണുള്ളത്. DD റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. DD എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം റിയാക്ഷൻ. ഓക്കെ, അപ്പം ഈ രണ്ട് റിയാക്ഷനിലും ഏകദേശം അപ്രോക്സിമേറ്റ്ലി 3 to 4 MeV എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ഒക്കെ വളരെ അബണ്ടൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്സ് ആണ്. സീ വാട്ടറിലൊക്കെ ഡ്യൂട്ടീരിയം ഒരുപാട് ഉണ്ട്. അത് നമുക്ക് ഈസിലി എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു റിയാക്ഷനാണ് ഈ ട്രിഷിയം ഡ്യൂട്ടീരിയം, TD റിയാക്ഷൻ എന്ന് പറയാം. ട്രിഷിയം അതായത് 1H3 എന്നുള്ളത് ട്രിഷിയമാണ്, 1H2 ഡ്യൂട്ടീരിയം ആണ്. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം 2He4 ആയിട്ട് മാറുന്ന റിയാക്ഷൻ. അവിടെ ലിബറേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്, 17.6 MeV ആണ്. അപ്പം ഇത് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു റിയാക്ടറിന് കൂടുതൽ എനർജി റിലീസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പം ഈ ട്രിഷ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ്സ്. അപ്പോൾ അത് നമുക്ക് ലിഥിയം ഐസോട്ടോപ്പ് വഴി, ലിഥിയം ഒക്കെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആണ്, അതിൽ ന്യൂട്രോൺ വെച്ച് ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രിഷ്യം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ സീ വാട്ടറിൽ നമുക്ക് ഡ്യൂട്ടീരിയം ഉണ്ട്, ട്രിഷ്യം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലിഥിയത്തിനെ ന്യൂട്രോൺ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രിഷ്യം ഉണ്ടാക്കാം. അതുപോലെ തന്നെ ലിഥിയം 37 അതിന് ന്യൂട്രോൺ വെച്ച് ബോംബാർഡ് ചെയ്യുന്ന സമയത്തും ട്രിഷ്യം ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഫ്യൂഷൻ റിയാക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്താണ്, അതിൻ്റെ ബേസിക് കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്യൂഷൻ റിയാക്ടറിൻ്റെ ഫ്യൂവൽ. അപ്പോൾ ഈ ഫ്യൂഷൻ റിയാക്ടറിൻ്റെ ഫ്യൂവൽ എന്നുള്ളത് പ്ലാസ്മ സ്റ്റേറ്റിലാണ്. പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി അയണൈസ്ഡ് ഗ്യാസ് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന ഫ്യൂവൽ ഇപ്പോൾ ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം ആണെങ്കിൽ ഡ്യൂട്ടീരിയം അയണൈസ്ഡ് ഡ്യൂട്ടീരിയം ആണ്. അതിൻ്റെ ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു അയണൈസ്ഡ് ഫോമിലുള്ള സ്റ്റേറ്റിലാണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആയിട്ടുള്ള ഗ്യാസാണ്. ഇനി ഒരു ഫ്യൂഷൻ റിയാക്ടറിന് 3 ബേസിക് കണ്ടീഷൻസ് മീറ്റ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്ലാസ്മ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ ഒരു എടുക്കുന്ന ഫ്യൂവലിൻ്റെ പ്ലാസ്മ സ്റ്റേറ്റിലുള്ള ഫ്യൂവലിൻ്റെ ടെമ്പറേച്ചർ 100 മില്യൺ കെൽവിനൊക്കെ ആയിരിക്കണം ഏകദേശം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ ന്യൂക്ലിയസിന് അല്ലെങ്കിൽ അയോൺസിന് അടുത്ത് വരാനും കൊളീഷൻ നടക്കാനും, അതിൻ്റെ ഇപ്പം 2 ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള 2 ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അടുത്ത് വരുന്ന സമയത്ത് പോസിറ്റീവ് ചാർജസ് തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷനെ ഓവർകം ചെയ്തിട്ട് വേണം ഫ്യൂഷൻ നടക്കാൻ. അപ്പോൾ ഈ റിപ്പൾഷനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 2 അയോൺസിന് ആ റിപ്പൾഷനേക്കാൾ കൂടുതൽ എനർജി ഉണ്ടാകുമ്പോഴാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഫ്യൂഷൻ നടക്കണമെങ്കിൽ ഹയർ ടെമ്പറേച്ചർ വേണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷനാണ് പ്ലാസ്മ ഡെൻസിറ്റി മസ്റ്റ് ബി വെരി ഹൈ. പ്ലാസ്മ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അയോൺസ് പെർ മീറ്റർ ക്യൂബ്. ഒരു വോളിയത്തിലുള്ള അയോൺസിൻ്റെ, ഒരു മീറ്റർ ക്യൂബ് വോളിയത്തിലുള്ള അയോൺസിൻ്റെ എണ്ണമാണ് പ്ലാസ്മ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ കൊളീഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇനി അടുത്താണ് പ്ലാസ്മ കൺഫൈൻമെൻറ്റ്. അപ്പോൾ ഈ അയോൺസ് എല്ലാം ഒരു
വളരെ കൺഫൈൻഡ് ആയിട്ട് ഒരു ചെറിയൊരു റീജിയണിൽ അതിൻ്റെ കോറിൽ കൺഫൈൻ ചെയ്ത് നിന്നാൽ മാത്രമേ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. അപ്പം അതിന് നമ്മൾ പലതരത്തിലുള്ള കൺഫൈൻമെൻറ്റ് രീതികൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് മാഗ്നറ്റിക് കൺഫൈൻമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് ഈ അയോൺസിനെ ഒരു ചെറിയൊരു റീജിയണിലേക്ക് ഒതുക്കി നിർത്താൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കൺഫൈൻമെൻറ്റ്, മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫ്യൂഷൻ റിയാക്ടറാണ് ടോക്കമാക്. ഇതിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ടൊറോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നിങ്ങൾക്കറിയാം സോളിനോയിഡ് എന്താണെന്നറിയാം. അപ്പോൾ ഒരു സോളിനോയിഡ് എടുത്തിട്ട് ഒരറ്റം എടുത്തിട്ട് മറ്റേ അറ്റത്തിലേക്ക് കമ്പൈൻ ചെയ്യും, സർക്കുലർ ഫോമിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് ടൊറോയിഡ് എന്ന് പറയും. അപ്പം ഈ ടൊറോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോളോയിഡൽ മാഗ്നിറ്റ്യൂഡ്, അതായത് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് തരത്തിലുള്ള കൺഫൈൻമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്മയെ കൺഫൈൻ ചെയ്യുന്നത് ടോക്കമാക്കിൽ. ടോക്കമാക്കിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു റിയൽ ആയിട്ടുള്ളൊരു ടോക്കമാക്കിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഇത്രയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ അല്ലെങ്കിൽ ഫുള്ളി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മോഡൽ ഇന്ന് വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എങ്കിലും ഭാവിയിൽ അതൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി സോഴ്സായിട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. So we are going to end this session. So I'm done with the atomic, nuclear and particle physics paper. Thank you.